രാത്രി ഒരു 12 മണിയായാലും 2 മണിയായാലും നിനക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വരാം കേട്ടോ. നീ ഗോപിചന്ദ്ര വീട്ടിൽ പോവുകയാ പറ, പോവാൻ ധൈര്യമുണ്ടോ? சாரு வேற லோகத்தில் இருக்காரு. யாரு? கோபி சாரு. அவர் செய்ததோட வித் எவிடன்ஸ் என்ற கையில் உண்டு. ശരിക്കും ഞാൻ ഗോപിചന്ദ്രനെ വിളിച്ചിരുന്നു ഫോണിൽ. വളരെ ഭംഗിയായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു പണ്ട്. ഇനി ഇങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ നടക്കും ഞാൻ അറിഞ്ഞാൽ ഐ വിൽ നോട്ട് വെയിറ്റ് ഫോർ ദ പോലീസ്. ഡെഫിനറ്റ്ലി എനിക്കൊരു മകളുണ്ട്. ഒന്നും വേണ്ട നിങ്ങൾ എല്ലായിടത്തും പറയാൻ. ബാല പറയുന്നത് നിങ്ങളൊന്നും ശ്രദ്ധിക്കണ്ട. ചുമ്മാ പോയി ചോദിച്ചു നോക്ക്. 2 പേർക്ക് മീഡിയ തന്നെ ചുമ്മാ ചോദിച്ചു നോക്ക്. നിങ്ങളെല്ലാവരും എതിൽ தெரியுமா கான்சன்ட்ரேட் ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കോൺസെൻട്രേഷൻ എവിടെ ഉണ്ടെന്ന് വെച്ചാൽ അമൃതാവ് കഴിച്ചു അതുകൊണ്ട് ബാല ഇങ്ങനെ ഇല്ല. പ്രൊഫഷണലി ചോദിച്ചോ, യെസ് ചതിച്ചു. ലൈഫിൽ ചോദിച്ചോ, യെസ് ചതിച്ചു. അതിനു വേണ്ടിയല്ല ഞാൻ സംസാരിക്കുന്നത്. ഒരു തെറ്റായിട്ടുള്ള ഒരു മനുഷ്യനാണ് അവൻ. அப்ப நம்ம എന്താ നമുക്ക് പഠിപ്പിച്ചു കൊടുത്തത്? ഇത് சாத்தானவே வாழ்ந்துட்டு സിമ്പിളാ சொல்லிட்டேனே. ஏன்னா மீடியால நான் സംസാരിക്കുമ്പോൾ ചില വാക്കുകൾ യൂസ് ചെയ്യാൻ പാടില്ല. എനിക്ക് ഒരു മകൻ, പക്ഷെ എൻ്റെ താഴെ 1500 സ്റ്റുഡൻസ് ഇருக்கு. ഞാൻ കാണിച്ചു തരാം. കല്ലമല്ല പറയുന്നത്, ചെറിയ കുട്ടികൾ. സിമ്പിളാ ഒരു വാർത്ത ഞാൻ ചൊല്ലിട്ട് നിങ്ങൾ എല്ലാവരും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി. അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് എനിക്കറിയാം. എപ്പി ഗ്രൂപ്പ് പുറത്തേക്കോ ധൈര്യമായിട്ട് മനസ്സിലാക്കുക. അതിന് ഏതെങ്കിലും ഒരു കുട്ടി ഇരയായ ശേഷം മൈക്കും ക്യാമറയും പിടിച്ചിട്ട് എൻ്റെ അടുത്ത് വരണ്ട. ഏതെങ്കിലും ഒരു ചെറിയ കുട്ടി ഇരയായ ശേഷം എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാൻ പാടില്ല. നിർത്തിക്കൊള്ളും പറഞ്ഞിട്ടുണ്ട്. നിർത്തി ഞാൻ അറിഞ്ഞത് നോക്കാം, ഇല്ലെങ്കിൽ ഇടപെടും.